പെട്ടെന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്നത്. ഇത് കാണാതിരിക്കാൻ, ഇത് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റുന്നില്ല, മനസ്സനുവദിക്കുന്നില്ല. കാരണം എനിക്ക് ഇത് കണ്ടിട്ട് ഒരു വല്ലാത്തൊരു നെഞ്ചിനൊരു വേദന പോലെയാണ്. ശ്വാസം അടക്കി വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം ഈ വീഡിയോസ് ഞാൻ കണ്ടത്. വെറുതെ ഫേസ്ബുക്ക് നോക്കിയിരുന്നപ്പോഴാണ് ഈ വീഡിയോ കണ്ട് സഹിക്കാൻ പറ്റിയില്ല എനിക്ക്, സത്യം പറഞ്ഞാൽ. ഈ വീഡിയോ ഞാൻ ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ ഇന്ന് ഉറങ്ങേയില്ല. നമുക്കിതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് മനസ്സുറപ്പിച്ചൊന്ന് കിടന്നുറങ്ങാൻ പറ്റുന്നത്? സത്യം പറഞ്ഞാൽ ഫുഡ് പോലും കഴിക്കാൻ തോന്നിയില്ല. എടുത്ത ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഫീൽ ചെയ്തു എനിക്കിത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം, കണ്ടിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് കുറേ ഉണ്ട്. ഇത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വരുമെന്നാണ് തോന്നുന്നത് ഈ വീഡിയോ. അത്രയും നേരം കാണിക്കാൻ പറ്റില്ല. ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതാണ്, ഒരു കൊച്ചു കുഞ്ഞിനെ. അത് ഒരു കൊച്ചു കുഞ്ഞ് ഉപദ്രവിക്കുന്ന കുഞ്ഞും അതേ പ്രായം തന്നെയാണ്. പക്ഷേ എനിക്കിത് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ പ്രായത്തിലെ കുഞ്ഞിന് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളും ഉണ്ടോയെന്ന്. സാധാരണ പരസ്പരം കുഞ്ഞുങ്ങളാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞങ്ങ് തല്ലും, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കുറേ കഴിയുമ്പോൾ കരയും, രണ്ടുപേരും ഇരുന്ന് കരയും, തല്ലുന്ന രണ്ടുപേരും ഇരുന്ന് കരയും. ഇത് അങ്ങനെയല്ല. കുട്ടീനെ പോകുന്നിടത്തെല്ലാം മാറി മാറി നിൽക്കുന്നു. ആ വീഡിയോ കാണുമ്പോൾ അറിയാം, അരമണിക്കൂർ അടി കൊണ്ടിട്ട് ആ കുഞ്ഞ് മാറി മാറി അപ്പുറത്തും പോയാലും ഈ കുഞ്ഞ് ചുറ്റി ആ കുഞ്ഞിനെ അടിച്ച് ശരിയാക്കണം. അപ്പുറത്തിട്ട് ക്യാമറ കാണുന്നില്ലല്ലോ, അപ്പുറത്തിട്ട് അടിക്കുവാണ്.
കമഴ്ത്തിയിട്ടും നിവർത്തിയിട്ടും പരസ്പരം ആഞ്ഞടിക്കുക. അടിച്ചിട്ട് അതും പോരാഞ്ഞിട്ട് കടിക്കുക ചെയ്യുന്നത് ആ കുഞ്ഞിനെ. ഏത് കുഞ്ഞാണെന്നത് എവിടെ നടന്ന സംഭവമാണെന്നൊന്നും അറിയില്ല. ഏത് അംഗനവാടി നടന്നതാണോന്നൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ വയ്യ കേട്ടോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങനത്തെ അംഗനവാടികളിൽ പണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പണ്ടത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളേ ഇല്ല. ഇങ്ങനത്തെ അംഗനവാടികളിൽ കഴിയുന്നത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ കുറച്ച് സമയത്തിന് ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുതന്നെ അവിടെ ആക്കില്ല. ദയവ് ചെയ്ത് പറയുവാണ്, ഈ വീഡിയോ കാണുന്ന ആരായിരുന്നാലും ഒരു അച്ഛനമ്മയും ഇനി അത് ചെയ്യില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിർത്തി ഒരു LKG UKGയിലാക്കുന്നത് വരെ വീട്ടിൽ നിർത്തി നിങ്ങളുടെ കൂടെ വളർത്തുക. മനസ്സിലായോ? ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ച് ഒരു ദിവസം പോയി എടുക്കുമ്പോൾ അതിൻ്റെ ബോഡി ആയിരിക്കും എടുക്കുന്നത്. ഈ ഉപദ്രവിക്കുന്ന കുഞ്ഞാണ്. ആ കുഞ്ഞിന് ഇത്രയും കഴിവ് ഇത്രയും ശക്തി എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇത് എന്ത് കുഞ്ഞാണ്? ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങളും. ഇതൊരു വല്ലാത്തൊരു കുഞ്ഞാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കുഞ്ഞ് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ചതാണ്. കാരണം ആ കുഞ്ഞ് അങ്ങ് അടിക്കുന്ന അടിയൊന്ന് കാണണം. നിർത്താതെ അങ്ങ് അടിക്കുന്നേ. എന്നിട്ട് പിടിച്ചങ്ങ് താഴെ ഇട്ട് ഉരുട്ടുക, കടിക്കുക, തലയിൽ കടിക്കുക, ഇവിടെ കടിക്കുക. ഞാൻ ശ്വാസം അടയ്ക്കാണ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് കണ്ടിട്ട്. ഈ കുഞ്ഞ് ഉപദ്രവിക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ആ അമ്മയും അച്ഛനും എങ്ങനെ താങ്ങുമെന്നറിയില്ല. നമുക്കിത്ര നെഞ്ച് അറ്റാക്ക് വന്നു പോവും. അത്രയ്ക്കാണ് ഉപദ്രവിച്ചിരിക്കുന്ന ഈ കുഞ്ഞിനെ. എന്നിട്ടും അത്രയും അടി കൊണ്ട് കരഞ്ഞിട്ടും അപ്പുറത്തും ഇപ്പുറത്തും മാറിപ്പോയി നിന്നാലും ഈ ചുറ്റി ആ കൊച്ചിനെ ഉപദ്രവിച്ചുകൊണ്ട് ഈ കുഞ്ഞ് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചെനിക്ക് അറിയില്ല ഇത് എന്ത് കൊച്ചാണെന്നത്. സാധാരണ കുഞ്ഞുങ്ങൾ മാറിയും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി അതങ്ങ് തീരെ രണ്ടുപേരും ഇരുന്ന് കരയും. ആ മറ്റേ പെൺകുട്ടീനെ കണ്ടിട്ട് സഹിക്കാൻ മേത ആ കുട്ടി ഒരു കുപ്പി എടുത്ത കൊച്ചിനെ കാരണം കടിക്കുന്ന കണ്ടിട്ട് കൊച്ചിനെ അടിക്കുവാണ്. അങ്ങനെയെങ്കിലും വിട്ടേക്കെട്ടെന്ന് വെച്ചിട്ട് ആ കൊച്ചിനെ ഉപദ്രവിക്കുക. എന്നിട്ട് ആ കൊച്ച് അവിടെ കിടന്നിട്ട് വിളിക്കണം ആൻറ്റി എന്ന് പറഞ്ഞ്. എനിക്ക് വീഡിയോ കാണിക്കണമെന്നുണ്ടായിരുന്നു. ആൻറ്റി എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുവാണ്. അവർ പൂട്ടിയിട്ടിട്ട് ഈ അംഗനവാടിയിലെ ടീച്ചർമാർ അപ്പുറത്ത് വല്ലതും പ്രായം ചെന്നവരാണ് കണ്ടിട്ട്. ആ ടീച്ചർമാർ പ്രായം ചെന്നതാണ്. അപ്പുറത്ത് വല്ലയും പരദൂഷണം പറയാൻ രണ്ടുപേരും കൂടി അപ്പുറത്ത് പോയി പൂട്ടിയിട്ട് മാറിയിരുന്ന് ആരെങ്കിലും കുറിച്ചൊക്കെ പരദൂഷണം പറയുന്നതായിരിക്കും. ഇല്ലെങ്കിൽ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും, അതിൽ ലയിച്ചിരിക്കുന്നതായിരിക്കും. ഈ കുഞ്ഞുങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു ഈ പൂട്ടിയിട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ അംഗനവാടിയിലെ ടീച്ചർമാരെന്ത് ചെയ്യണം? കുട്ടികളുണ്ടെങ്കിൽ 1 or 2 കുട്ടികളായിപ്പോലും ഒരാളെ നിർത്തിയിട്ട് വേണം ഒരാൾ പുറത്ത് പോകുകയോ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയോ ചെയ്യേണ്ടത്. വരുന്നത് വരെ അയാളിനെ അവിടെ നിർത്തണം. അല്ലാതെ പൂട്ടിയിട്ടിട്ടല്ല പോകേണ്ട. ഇന്നത്തെ കുട്ടികൾ തന്നെ ഇത് കണ്ടിട്ട് എനിക്കറിയില്ല ഇത് കുട്ടിയാണോ എന്ന്. എനിക്കൊരു സംശയം, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? സാധാരണ വലിയവരൊക്കെ ആണെങ്കിൽ ഈ കഞ്ചാവ് അടിച്ചിട്ടും കുടിച്ചിട്ടും മദ്യപിച്ചിട്ടൊക്കെ ഒരാളുമായിട്ട് തല്ലുമ്പോൾ അയാളിനെ തല്ലി തീർത്ത് കൊല്ലണമെന്നുള്ളൊരു ആ ലഹരിയിലൊരു വാശി കാണും അയാൾക്ക്. അതായത് ചുറ്റി ഇങ്ങനെ അയാൾ നിൽക്കുന്നിടത്ത് പോയി ഇയാൾ പോയി ഉപദ്രവിക്കുന്നത്. അതുപോലെയാണ് ഈ കുഞ്ഞിൻ്റെ അവസ്ഥ. എനിക്കറിയാൻ മേല ഈ കുഞ്ഞിത് എന്ത് കുഞ്ഞാന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കുഞ്ഞിൻ്റെ പ്രായമല്ലേ ഉള്ളൂ ഈ കുഞ്ഞിനും. അപ്പോൾ ഇത്രയും അന്ന് വെച്ചാൽ ആ കൊച്ചിനെ ചുറ്റി അടിക്കുവാണ്. അന്ന് വെച്ചാൽ അടിച്ച് അത് എന്ത് സംഭവിച്ചെന്നൊന്നും അറിയില്ല. അതിന് ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമോ, ഈശ്വര ജീവൻ കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഒരു വല്ലാത്തൊരു ഫീലാണ്. ഇത് ആര് കണ്ടാലും ശ്വാസം അടയ്ക്ക് വെക്കാൻ ബുദ്ധിമുട്ടും. അത്രയ്ക്ക് ഇതാണ്. അതാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഇപ്പോൾ 12 മണി കഴിഞ്ഞു. എനിക്ക് പറ്റുന്നില്ല എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്നത്തെ കാലത്ത് ഒരു കൊച്ചു കുഞ്ഞിനെയൊക്കെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 1-2 വയസ്സേ ഉള്ളൂ. ഇതിനൊക്കെ എവിടെ നിന്ന് ഈ കഴിവും ഇതൊക്കെ വരുന്നു എനിക്കറിയാൻ മേല. അത് ആ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടി വിളിക്കുകയാണ്, കഥകിൽ പോയി വലിക്കുന്ന ആൻറ്റി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോലും അവരനങ്ങുന്നില്ല. ആ 2 ആയമാരാണോ ടീച്ചർമാരാണോ എന്ന് എനിക്കറിയില്ല. ഇത് എന്ത് ആൾക്കാർ ഇവരെ വിശ്വസിച്ച് നിങ്ങൾ ആക്കിയിട്ട് പോരുത്. ദയവ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയുവാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നഷ്ടമാകും, അത് ഉറപ്പാണ്. നിങ്ങൾ ഈ വീഡിയോ ഉള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇതെനിക്ക്.
അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ദയവ് ചെയ്ത് ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങളോട്, ദയവ് ചെയ്ത് LKG UKG ആക്കുന്നത് വരെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ അമ്മയുടെ കൂടെ തന്നെ നിർത്തി വളർത്തി ആ കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ദയവ് ചെയ്ത് ഇനി ഒരു അംഗനവാടികളിലും കൊണ്ട് നിർത്തരുത്, വിശ്വസിച്ച് നിർത്തരുത്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതെവിടെ നടന്നതാണെന്നൊന്നും എനിക്കറിയില്ല, അതിൽ കൊടുത്തിട്ടുമില്ല. പക്ഷേ ഈ വീഡിയോ എടുത്ത് ആരോ ഇട്ടിട്ടുണ്ട്. ഇത് അരമണിക്കൂർ അപ്പുറത്തിട്ട്, അതായത് വീഡിയോയിൽ കാണുന്നില്ല, അപ്പുറത്തിട്ട് ആ കുഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക, മറ്റേ കുഞ്ഞ് ക്യാമറ ആ ഭാഗമല്ലേ ഇരിക്കുന്നത്. അപ്പം ഈ സൈഡൊക്കെ ഇട്ട് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ച്, പിന്നെ എന്തോ അപ്പുറത്ത് കുറേ കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് എന്തോ ഒരു പ്ലാസ്റ്റിക് ചെയർ എങ്ങണ്ട ഒരു ചെറിയ ടേബിൾ എന്തോ പ്ലാസ്റ്റിക്കിൻ്റെ കിടന്ന് അത് എടുത്തിട്ട് അടിക്കുന്ന സൗണ്ട് കേൾക്കാം. ആ കുഞ്ഞിനെ എടുത്തിട്ടങ്ങ് അടിക്കുക. എന്നാൽ ആ കൊച്ചു അവിടെ നിന്നിട്ട് ആൻറ്റി ആൻറ്റി, ആ പെൺകൊച്ച് ആൻറ്റി ആൻറ്റി എന്ന് വിളിച്ചിട്ട് പോലും അവർ കേൾക്കുന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ വന്ന് കഥ തുറക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത്രയും സമയം ആ കുഞ്ഞ് കൊണ്ട വേദന, ആ കടിച്ച് തലയിലൊക്കെ ഇട്ട് കടിച്ച് പറിക്കുവാണ്, ആ മുടിയും ഇവിടെയൊക്കെ. എന്താ ഇത് എന്ത് കുഞ്ഞാ ഇത്? ആരുടെ കുഞ്ഞാണിത്? 1.5-2 വയസ്സായാലും എന്ത് കുഞ്ഞാ ഇത്? ആ കുഞ്ഞിനെ പോലെയല്ലേ മറ്റുള്ള 2 കുഞ്ഞുങ്ങൾ? എത്രയോ കുഞ്ഞുങ്ങളെ ഞാനും കണ്ടിട്ടുണ്ട്. ഇതെന്തായിരുന്നാലും എൻ്റെ ജീവിതത്തിൽ ആദ്യ അനുഭവമായി ഈ കുഞ്ഞിനെ. ഇത് എനിക്ക് തോന്നില്ല ഇത് കുഞ്ഞാണോ എന്ന്. ഇത് പിശാചിൻ്റെ സന്തതി വല്ലേ ആയിരിക്കും. പിശാച് കൂടിയിട്ടുണ്ടായിരിക്കും ഇതിന് ആ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് എന്നാ എനിക്ക് തോന്നുന്നത്. സാധാരണ കുഞ്ഞുങ്ങളൊന്നും ഇങ്ങനെ ചെയ്യില്ല, ഉപദ്രവിക്കും, മാറിയും തിരിഞ്ഞൊക്കെ ഉപദ്രവിക്കും. ഒരു കുട്ടീനെ പോയി നുള്ളുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് എന്തടിയാണിത്? ഒരു കുടിച്ച ആൾ പോയി ഒരാളെ അടിച്ച് കൊല്ലുന്നവരെ, അയാൾക്ക് ആ കെട്ടടങ്ങുന്നത് വരെ അയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ ആൾ ചെയ്യുന്ന പോലെ ഈ കൊച്ചു ചെയ്തിരിക്കുന്നത്. ഇത് വളർന്നു വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അതുകൊണ്ട് ഞാൻ മാതാപിതാക്കളോട് പറയുന്നു, ഇത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ കസ്റ്റഡിയിൽ വെച്ച് തന്നെ വളർത്തുക. നിങ്ങൾ ഈ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതാണ് നല്ലത്. അല്ലാതെ അംഗനവാടിയിലും നിങ്ങൾ വിട്ടേക്കരുത്. ഇന്നത്തെ കാലത്തെ ടീച്ചർമാർക്ക് ഇപ്പോൾ ഫോൺ ഇറങ്ങി അതിലാണ് എല്ലാവരും ലയിച്ചിരിക്കുന്ന ഒന്ന്. പിന്നെ പരദൂഷണം പറച്ചില്ല, 2 പേരുണ്ടെങ്കിൽ പരദൂഷണം പറച്ചില്ല. ആ പ്രായവും അതാ. ആരെങ്കിലും പരദൂഷണം പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളവിടെ കിടക്കട്ടെ കളിക്കട്ടെന്ന് പറഞ്ഞാൽ അവർ പൂട്ടിക്കൊണ്ട് പോയതാണ്. ഇവിടെ എന്ത് നടക്കുന്നെന്ന് അവർ വന്ന് തുറന്നാൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഈ 2 പേരും ഒരു ഉത്തരം പറയാം. കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്കറിയില്ല. അവർ പിടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലാം. ആ മറ്റേ കൊച്ചു കുഞ്ഞ് കണ്ടുകൊണ്ടിരുന്ന കൊച്ചു കുഞ്ഞിന് പറയാനും പോലും നന്നായിട്ട് അറിയില്ല എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആ കുഞ്ഞിന്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ എനിക്കിന്ന് ഉറക്കം വരില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കിപ്പോഴും മനസ്സത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ രംഗം എനിക്ക് കണ്ടിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഈ രാത്രി തന്നെ വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ആത്മാർത്ഥതയോടെ നിങ്ങൾ പ്രസവിച്ച് വളർത്തുന്നതാണെങ്കിൽ, സ്നേഹിക്കുന്നതാണെങ്കിൽ ഇനി ദയവ് ചെയ്ത് അംഗനവാടികളിലൊന്നും വിട്ടേക്കല്ലേ. ഒരു 3-4 വയസ്സാകുമ്പോൾ LKGയിലോ UKGയിലോ കൊണ്ടാക്കിയറിയാം. അത് വിശ്വാസമുള്ളിടത്തൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ നിർത്തുവാണ്.